കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 15-നായിരുന്നു വീട്ടിൽ കടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ശേഷം കവർച്ച നടത്തിയത്. ആ കേസ് നടന്ന് 7 മാസമാകുമ്പോഴേക്കും വിചാരണ നടപടികളിലേക്ക് കോടതി കടന്നിരിക്കുന്നു. അതിനു മുന്നോടിയായി പ്രതി സലീമിനെ കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. പ്രതിക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പോക്സോ കേസിലും കോടതി വിചാരണ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പ്രതിക്ക് വേണ്ടി അഭിഭാഷകർ ആരും ഹാജരാകാത്ത സാഹചര്യത്തിൽ സർക്കാർ അഭിഭാഷകനെ നിയോഗിക്കാൻ പോക്സോ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടിനെ നടുക്കിയ പടന്നക്കാട് പീഡനക്കേസിൽ പ്രതി PA സലീമിനെ ഹോസ്ദുർഗ് പോക്സോ കോടതിയാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. അറസ്റ്റിലായി 7 മാസം കഴിഞ്ഞിട്ടും പ്രതി സ്വന്തമായി അഭിഭാഷകനെ നിയോഗിക്കാത്ത സാഹചര്യത്തിൽ പ്രതിക്ക് വേണ്ടി സർക്കാർ അഭിഭാഷകനെ നിയോഗിക്കാൻ പോക്സോ കോടതി നിർദ്ദേശം നൽകി. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പ്രതിയുള്ളത്. സ്വന്തമായി അഭിഭാഷകനില്ലെന്ന് പ്രതി അറിയിച്ചതിനെ തുടർന്നാണ് സർക്കാർ അഭിഭാഷകനെ നിയോഗിക്കാൻ കോടതി നടപടി ഉണ്ടായത്. പ്രതിക്കെതിരെ മേൽപ്പറമ്പ പോലീസ് നേരത്തെ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലും കോടതി വിചാരണ നടപടികൾ ആരംഭിച്ചു. ഈ കേസിൽ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായിരുന്നുവെങ്കിലും പടന്നക്കാട് പീഡനത്തിൽ കൂടി സലീം പ്രതിയായതോടെ അഭിഭാഷകൻ ഒഴിവായി. 2 പീഡന കേസുകളിലും പ്രതിക്ക് സർക്കാർ അഭിഭാഷകന്റെ സഹായം ലഭ്യമാക്കാനാണ് കോടതി നിർദ്ദേശം. കഴിഞ്ഞ 210 ദിവസങ്ങൾക്കിടെ പ്രതിയുടെ റിമാൻഡ് കാലാവധി കോടതി ഓരോ 2 ആഴ്ചയിലും നീട്ടുമ്പോഴും ബന്ധുക്കളാരും ജാമ്യാപേക്ഷയുമായി എത്തിയിരുന്നില്ല. ഭാര്യയും ബന്ധുക്കളുമുണ്ടെങ്കിലും അതിക്രൂരമായ കൃത്യം ചെയ്ത പ്രതിയെ ഇവർ കൈയൊഴിയുകയായിരുന്നു. അന്വേഷണ സംഘം സമർപ്പിച്ച 300 പേജുള്ള കുറ്റപത്രമാണ് പോക്സോ കോടതിയിൽ പ്രതിയെ വായിച്ചു കേൾപ്പിച്ചത്. കൃത്യം നടന്ന് 39-ാം ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇപ്പോഴത്തെ ചക്കരക്കൽ ഇൻസ്പെക്ടർ MP ആസാദ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മെയ് 15-ന് പുലർച്ചെയാണ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണ്ണക്കമ്മൽ കവർന്ന ശേഷം വഴിയിൽ ഉപേക്ഷിച്ച സംഭവം ഉണ്ടായത്. കർണാടക കുടക് സ്വദേശിയാണ് 1-ാം പ്രതി PA സലീം. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്യാനായി വീട്ടിൽ അതിക്രമിച്ചു കയറുക തുടങ്ങിയ വകുപ്പുകളാണ് സലീമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. മോഷ്ടിച്ച കമ്മൽ കണ്ണൂർ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കാൻ സഹായിച്ച സലീമിന്റെ സഹോദരി സുബൈബയാണ് കേസിലെ 2-ാം പ്രതി. മോഷ്ടിക്കാനായി വീട്ടിൽ കയറിയ സലീം കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതിയുടെ DNA പരിശോധനാ ഫലമടക്കമുള്ള 42 ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.